കുറെ നേരം ആയല്ലോ, ഇതിപ്പോ എങ്ങാനും തീരോ? ഇതൊക്കെ ഇപ്പൊ തിരികെ പഠിച്ചു പഠിച്ചാണ് എനിക്ക് കാനഡയിൽ പോയത്. കാനഡയോ? നമുക്ക് ആലപ്പുഴ വരെ അല്ല പോയാ പോരെ? പോരച്ചാ, കണ്ണമാമനൊക്കെ കാനഡയിൽ പോവല്ലോ, അപ്പൊ എനിക്കും പോണം. കണ്ണമാമനൊക്കെ അങ്ങ് കാനഡയിൽ പോയതേ വീടിന്റെ ആധാരം ബാങ്കിൽ കൊണ്ട് പണയം വെച്ചിട്ടാ. ഈ വീടിന്റെ ആധാരം പണയം വെച്ചിട്ട് നിന്നെ കെട്ടിക്കണോ കാനഡയിൽ വിടണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇന്നത്തെ കാലത്ത് പിള്ളേരെ കെട്ടിച്ചു വിടുന്നതാണ് കാര്യം. പിള്ളേർ അവരുടെ ഇഷ്ടത്തിന് പഠിക്കട്ടെ. ഇത് കുലിക്കാൻ മതിയായിരിക്കും. തന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ബാങ്കിൽ നിന്ന് പലിശ അടയ്ക്കാനുള്ള കത്ത് വന്നിട്ടുണ്ട്. അടയ്ക്കാനുള്ള കത്ത് മാത്രമല്ല ചേച്ചി, മോളുടെ ഭാവിക്കായിട്ടുള്ള ഒരു മാർഗവും കൂടി ഉണ്ട്. എന്ത് മാർഗം? നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്കായിട്ടുള്ള ഒരു നല്ല സമ്പാദ്യ പദ്ധതി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്കുള്ള സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. വെറും 250 രൂപ അടച്ചുകൊണ്ട് നമുക്ക് ഈ പദ്ധതിയിൽ അംഗമാകാം. അത് കൊള്ളാലോ. അപ്പൊ ഞങ്ങൾക്ക് ചേരാവോ? പിന്നെന്താ, 10 വയസ്സിൽ താഴെയുള്ള എല്ലാ പെൺകുട്ടികൾക്കും ഈ പദ്ധതിയിൽ അംഗമാകാം. കൂടാതെ 8.2% വാർഷിക പലിശയും ഇൻകം ടാക്സ് അളവും നമുക്കുണ്ട്. അതിന് എന്തൊക്കെ രേഖകൾ വേണം? കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റിന്റെയും ആധാറിന്റെയും കോപ്പിയും, മാതാപിതാക്കൾ ആരുടെയെങ്കിലും പാൻ കാർഡ്, ആധാർ ഇവയുടെ കോപ്പിയും 2 ഫോട്ടോയുമായി പൂരിപ്പിച്ച അപേക്ഷാ ഫോമും കൊണ്ട് അടുത്തുള്ള ഏതെങ്കിലും ഒരു പോസ്റ്റ് ഓഫീസിൽ ചെന്നാൽ നിങ്ങൾക്കും ഈ പദ്ധതിയിൽ അംഗമാകാം. ഇതൊക്കെ സമയത്തിനും കാലത്തിനൊക്കെ കിട്ടുമോ? പിന്നെന്താ, 21 വർഷം കാലയളവിലുള്ള ഈ പദ്ധതിയിൽ 18 വയസ്സ് കഴിയുമ്പോൾ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനോ നമുക്ക് ഇതിന്റെ 50% പിൻവലിക്കാവുന്നതാണ്. മതിയായ രേഖയുമായിട്ട് വരണം എന്ന് മാത്രം. പലതുള്ളി പെരുവെള്ളം എന്നാണല്ലോ, അപ്പൊ നമുക്കും ചേരാല്ലേ? കാനഡയിലേക്കുള്ള ടിക്കറ്റ് റെഡി.